കോട്ടയം നഗരസഭാ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യനെതിരെ പ്രധാന പ്രതിപക്ഷമായ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ദയനീയമായി പരാജയപ്പെട്ടു. കോറം തികയാതെ വന്നതോടെയാണ് അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാൻ കഴിയാതെ പരാജയപ്പെട്ടത്. പ്രമാദമായ പെൻഷൻ തട്ടിപ്പ് കേസിൽ നഗരസഭാ ഭരണസമിതിക്ക് പങ്കുണ്ടെന്നാരോപിച്ചാണ് നഗരസഭാ അധ്യക്ഷയ്ക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് LDF നോട്ടീസ് നൽകിയത്. ഇന്ന് രാവിലെ 9 മണിയോടെ അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കായി കൗൺസിൽ യോഗം കൂടിയപ്പോഴാണ് LDF പരാജയത്തിൻ്റെ രുചി അറിഞ്ഞത്. പ്രമേയം പാസ്സാക്കണമെങ്കിൽ 27 പേർ വേണമെന്നിരിക്കെ LDFൻ്റെ 22 പേർ മാത്രമാണ് കൗൺസിലിൽ എത്തിയത്. UDF പ്രതിനിധികളും BJPയുടെ 8 അംഗങ്ങളും കൗൺസിലിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നു. അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കും മുമ്പ് BJPയുടെ സഹായം തേടിയ CPM സംസ്ഥാന കമ്മിറ്റി അംഗം K. അനിൽകുമാർ പ്രമേയം പരാജയപ്പെട്ടതിന് പിന്നാലെ MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരെ രംഗത്ത് വന്നു. കോൺഗ്രസ് BJP കൂട്ടുകെട്ടാണ് അവിശ്വാസ പ്രമേയത്തിൻ്റെ പരാജയത്തിന് പിന്നിലെന്നും ഇതിന് ചരട് വലിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ആണെന്നും അദ്ദേഹം ആരോപിച്ചു. ഇന്ന് കോട്ടയം നഗരസഭയിലെ ഭരണകക്ഷി 30 മാറിയിരിക്കുന്നു. ആ 30 UDF + BJP സഖ്യമാണ്. അതിൻ്റെ രക്ഷകർത്താവ് കോട്ടയത്തെ MLA ആണ്. അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ BJPയുടെ വോട്ട് ഒഴുകിപ്പോവുകയും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ BJPക്ക് 20,000-ലേറെ വോട്ട് കിട്ടുകയും ചെയ്യുന്ന മായാജാലമാണ് കോട്ടയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് BJP UDFും തമ്മിലുള്ള അവിശുദ്ധമായ രാഷ്ട്രീയ സഖ്യം തുറന്നു കാട്ടിക്കൊണ്ടാണ് ഇന്ന് ഈ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ നിന്നും UDF അതുപോലെ തന്നെ BJPയും വിട്ടുനിന്നിട്ടുള്ളത്. നഗരസഭയിൽ നടക്കുന്നത് കടുംവെട്ടാണെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു. അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടെങ്കിലും നഗരസഭാ ഭരണസമിതിക്കെതിരെ സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് പ്രതിപക്ഷ നീക്കം. അതേസമയം തട്ടിപ്പ് നടത്തി മുങ്ങിയ അഖിൽ C. വർഗീസിനെ ഇതുവരെയും പിടികൂടാനായില്ല. ഇപ്പം കോട്ടയം നഗരസഭയിൽ നടക്കുന്ന ഒരു കടുംവെട്ടാണ്. ഇനി ഏതാണ്ട് ഒരു വർഷം കൂടി ഈ ഭരണത്തിന്റെ കാലാവധിയുള്ളൂ. അതിനോടകം കോട്ടയം നഗരസഭയ്ക്ക് വീല് വെച്ച് ഉരുട്ടിക്കൊണ്ട് പോകാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസും BJPയും. എത്ര കണ്ട് ഇവർ ശ്രമിച്ചാലും ഈ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും എതിരെ അവസാന നിമിഷം വരെയും പൊരുതും. LDF അതിന് ഉറച്ച നിലപാടെടുക്കുമായിരുന്നതിന് എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ.